നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും LxWxH വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഹൈ പ്രഷർ വാഷറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. 1500 വാട്ട്സിൻ്റെ ടോട്ടൽ എന്ന ബ്രാൻഡാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് കാഴ്ചവെക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഏറ്റവും മികച്ച കുറച്ച് പ്രഷർ വാഷറുകൾ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ടോപ്പ് 5-ലുള്ള ഒരു ബ്രാൻഡാണ് ടോട്ടൽ എന്ന. അതിൽ നിന്നാണ് ഒന്ന് ഞാൻ എടുത്ത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യമായി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ അൺബോക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ കാണാം, നമുക്ക് ഒരു വാറണ്ടി കാർഡ്, ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. വാറണ്ടി 1 ഇയർ വാറണ്ടിയാണ് ഉണ്ടാവുക. സൈറ്റ് വാറണ്ടിയാണ്. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്ത് തരും. രണ്ടാമതായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്നത് വാട്ടർ കൊടുക്കുന്ന ഒരു ഓസ് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് ഓസ്, വാട്ടർ കൊടുക്കുന്ന സ്ഥലത്തുള്ള ഓസ് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ. അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ കണക്ടർ ഉണ്ടാവും. മോട്ടറിലേക്ക് പൊടി, ചെളി എന്നൊക്കെ അറിയിക്കാനുള്ള ഒരു ഫിൽറ്റർ കണക്ടർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത് ഉള്ളിൽ കുത്തി ക്ലീൻ ആക്കുന്ന ഒരു പിന്നുണ്ടാവും അതിനകത്ത്. പിന്നെ വരുന്നത് ഒരു ഹൈഡ്രോളിക് ഓസാണ്. 8 മീറ്റർ വലിപ്പമുള്ള നീളമുള്ള ഹൈഡ്രോളിക്, അതായത് ഈ പ്രഷറുള്ള നല്ല ക്വാളിറ്റിയുള്ള, വൈബ്രേഷൻ അടിക്കാത്ത നല്ല ക്വാളിറ്റിയുള്ള ഒരു ഓസ് ഇതിൻ്റെ കൂടുതൽ 8 മീറ്ററിൻ്റെ വരുന്നുണ്ട്. പിന്നെ ഒരു വാട്ടർ ഫിൽറ്റർ വരുന്നുണ്ട്. ഇതിനകത്തൊരു ഫൂട്ട് വാൾവും ഉണ്ടാകും. വാട്ടർ ഫിൽറ്റർ വിത്ത് ഫൂട്ട് വാൾവ് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. വാട്ടർ ഫിൽറ്ററിൻ്റെ ഫൂട്ട് വാൾവും രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗണ്ണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ഗണ്ണ് ഉണ്ടാകും, നമുക്ക് കഴുകാനായിട്ട് ഗണ്ണ് അത്യാവശ്യമാണ്. പിന്നെ വരുന്നതിൻ്റെ മെയിൻ കമ്പോണൻസ് ആയ ഇൻഡക്ഷൻ മോട്ടറാണ്. ആർമേച്ചർ മോട്ടറിനെക്കാട്ടി ഇൻഡക്ഷൻ മോട്ടർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. ഏകദേശം 10 kg ഭാരം ഇതിന് വരുന്നുണ്ട്. ഫൈബർ ബോഡിയാണ്, തുരുമ്പെടുക്കൊന്നും പേടിക്കേണ്ട. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്രഷർ മീറ്റർ ഉണ്ടാകും. അതായത് നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു പ്രഷർ മീറ്ററും അതിൻ്റെ കൂടുതലുണ്ടാകും. 2 മീറ്ററിൻ്റെ ഒരു കോഡ് വയറാണ് ഇതിന് വരുന്നത്. പ്ലഗിലേക്ക്, ഈ മോട്ടറിൽ നിന്ന് പ്ലഗിലേക്ക് കൊടുക്കേണ്ട കോഡ് വയറിൻ്റെ നീളം 2 മീറ്ററാണ് വരുന്നത്. ഇതിൻ്റെ പവർ 1500 വാട്ട്സാണ് വരുന്നത്. 100 ബാറാണ് പ്രഷർ വരുന്നത്, പവർ വരുന്നത് പ്രഷറിൻ്റെ. അതായത് 1450 പ്രഷർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയും. PSI 1450 വരുന്നത്, ഒരു ഇഞ്ചിൽ വരുന്ന പ്രഷർ വരുന്നത്. ഒരു മിനിറ്റിൽ ഏകദേശം 6 ലിറ്റർ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 6 ലിറ്റർ വെള്ളം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ണട ഉപയോഗിക്കണം. അതുപോലെ തന്നെ ചെവി അടച്ച് വെക്കണം, ചെവി പൊത്തണം. അതിൽ കണ്ണട, ചെവി ഇതിനകത്തൊന്നും വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സേഫ്റ്റി മെഷർ. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കട്ട് ഓഫ്, ഒരു ബ്രേക്കർ ഉണ്ടാവും. ആ കട്ട് ഓഫ് നമുക്കറിയാം മിക്സിക്കുള്ള പോലത്തെ ഒരു ഓട്ടോമാറ്റിക് കട്ട് ഓഫാണ്. ഓവർലോഡ് വരികയാണെങ്കിൽ ആ കട്ട് ഓഫ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓവർലോഡ് കുറച്ചിട്ട് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു കട്ട് ഓഫ് സ്വിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് മാക്സിമം 3 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു പോസിബിലിറ്റി ആയിട്ടുള്ളൊരു മോട്ടർ തന്നെയാണ് ഇൻഡക്ഷൻ മോട്ടർ. പ്രത്യേകം ചോദിച്ച് വാങ്ങുക ഇൻഡക്ഷൻ മോട്ടർ. രണ്ടാമത്, ഇത് വെള്ളം ബക്കറ്റിൽ നിന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തരുന്നത്, വലിച്ചെടുത്ത് കഴുകുക. നമുക്കിത് സാധാരണ ഓസിൽ നിന്ന് വരുന്ന പ്രഷറിൽ നിന്ന് കഴുകുകയാണ് പതിവുണ്ടാവുക. ഇത് വെള്ളം ബക്കറ്റിൽ നിന്ന് വലിച്ചെടുത്ത് വാർക്കപ്പുറത്തോ മറ്റൊക്കെ കൊണ്ടുവച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴുകാം. വാർക്കണം മുകൾ വശമൊക്കെ നമുക്ക് ഓസ് കൊണ്ടുപോയി കഴുകാം. അപ്പോൾ താഴെ നിന്ന് വെള്ളം വലിച്ചെടുത്ത് മുകളിലേക്ക് പ്രഷർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റത് നമ്മൾ വരുന്ന ഓസിൽ നിന്ന് മറ്റുള്ളത് ആർമേച്ചർ മോട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഇതായി കാണുന്ന പോലെ സാധാരണ മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷറിലാണ് താഴത്തേക്ക് വരിക. അപ്പോൾ ഇത് മുകളിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. വലിച്ചെടുക്കുന്നു എന്നുള്ളൊരു കപ്പാസിറ്റി കൂടി ഇതിനകത്തുണ്ട്. പിന്നെ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ പ്രഷർ ലോഡാകുന്നു. അതായത് ആ സമയത്തൊരു വർക്കിംഗ് സൗണ്ട് കേൾക്കും. മോട്ടർ ഈ ഓൺ ചെയ്യുന്ന സമയത്തൊരു പ്രഷർ ലോഡാകുന്ന ഒരു വർക്കിംഗ് സൗണ്ട് കേൾക്കും. പിന്നെ ഒന്നും കേൾക്കില്ല. പിന്നെ ഈ വർക്കിംഗ് സൗണ്ട്, ഇതിൻ്റെ ഒരു മെഷീൻ സൗണ്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ഗണ്ണ് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് മോട്ടർ വർക്കാവുന്ന സൗണ്ട് കേൾക്കുള്ളൂ. ഗണ്ണ് ഓൺ ചെയ്യുമ്പോൾ പ്രഷർ ഔട്ടാവും, അപ്പം വീണ്ടും മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഗണ്ണ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ മോട്ടറിൽ നിന്നുള്ള വർക്കിംഗ് സൗണ്ട് ഓഫാകും. അത് കേടല്ല, അതൊരു കംപ്ലയിൻ്റ് അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. പ്രഷർ ലോഡായി വെക്കും. നമ്മൾ ഗണ്ണ് ഓൺ ചെയ്ത് കഴുകുന്ന സമയത്ത് വീണ്ടും മോട്ടർ ഓൺ ആവുന്നു. ഗണ്ണ് ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും മോട്ടറിൽ നിന്ന് സൗണ്ട് ഓഫ് ആവുന്നു. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്ന ഹൈഡ്രോളിക് പ്രഷർ ഓസാണ്. ഇത് നിലത്ത് കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അതായത് ഹൈ ക്വാളിറ്റി ഓസാണ്. ഹൈഡ്രോളിക് പ്രഷർ താങ്ങുന്ന ഹൈ ക്വാളിറ്റി ഓസ് തന്നെ, 8 മീറ്ററിൻ്റെ ഹൈ ക്വാളിറ്റി ഓസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2-3 കോട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ ഇത് നിലത്ത് കിടന്ന് എന്ത് ചെയ്യില്ല, ഇത് നമ്മൾ കഴുകുന്ന സമയത്ത് പ്രഷർ കാരണം കിടന്നിങ്ങനെ തരിച്ച് കളിക്കുക, വൈബ്രേറ്റ് ചെയ്യുന്നില്ല, ഒരഞ്ഞ മുറിവാകുന്നില്ല. അങ്ങനത്തെ സംഭവമൊന്നും ആ ഓസിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഗണ്ണിൽ വേണമെങ്കിൽ നമുക്ക് ഫെയിം വാഷ് ചെയ്യുന്ന ബോട്ടിൽ കണക്ട് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. നമുക്കറിയാം ഈ സോപ്പൊക്കെ നമ്മൾ കാർ കഴിയുമ്പോൾ കണ്ടിട്ടില്ല, നമുക്ക് ഫെയിം വാഷ് ചെയ്യുന്ന ബോട്ടിൽ കണക്ട് ചെയ്തിട്ടാണ് ലിക്വിഡ് വെച്ച് നമ്മൾ കഴുകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, കൃത്യമായ ഇടവേളകളിൽ ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ കേടായിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ വില പലരും ചോദിക്കുന്നതാണ്. വില മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം 12,300 ഇത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ഈ ഒരു കഴുകുന്ന ഗണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ 220 ബാർ പ്രഷറുള്ള പ്രഷർ വാഷറിൽ നിന്നുള്ളവരെ പ്രഷർ ഈ ഗണ്ണ് താങ്ങും. അതായത് ഇതിപ്പോൾ 100 ബാറിൻ്റെ പ്രഷർ വാഷറാണ്. ഇതിൽ കൂടുതലുള്ള പ്രഷർ വാഷർ ഉണ്ടാവും. 220 ബാറൊക്കെ വരുന്ന പ്രഷർ വാഷർ ഉണ്ട് എങ്കിൽ അതുവരെ ഈ ഗണ്ണിൽ പ്രഷർ താങ്ങും, കഴുകാം എന്നുള്ളതാണ് ഈ ഗണ്ണിൻ്റെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ അവതരിപ്പിക്കുന്ന ഈ ഒരു മോഡൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഫീച്ചറുകൾ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വ്യത്യസ്തമായ ആശയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.